കമനീയ കിശോരമുഗ്ധമൂർത്തേः കളവേണുകൊണിതാദൃദാനനേന്ദ്രോः മമ വാജി വിജൃംഭതാം മുരാരേ മധുരിം ന കണികാപി കാപി കാപി മദശിഖണ്ഡി ശിഖണ്ഡ വിഭൂഷണം മദനമന്ധരമുഗ്ധമുഖാംബുജം വ്രജവധൂനയനാഞ്ജലവഞ്ചിതം വിജയതാം മമ വാങ്മയജീവിതം. ഐ മുരളീ മുകുന്ദസ്നേഹവക്രാരവിന്ദശ്വസനമധുരസജ്ഞേ ത്വാം പ്രണമ്യാദ്യയാചേ അധരമണി സമീപം പ്രാപ്തവത്യാം ഭവത്യാം കഥയ രഹസി കർണേ മദ്ദശാം നന്ദസൂനോ യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസൂപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാംശ ഹസ്തചരണശ്രവണത്വഗാദി പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. സദ്ഗുരുഭ്യോ നമഃ. ഭാഗവതം ദശമസ്കന്ധത്തില് ഓരോ അധ്യായങ്ങളിലേക്കും നമുക്ക് കടന്നു കഴിഞ്ഞാല് നമ്മുടെ മനസ്സിനെ എന്തെന്നില്ലാതെ അതിനകത്തേക്ക് ആകർഷിച്ചു കൊണ്ടുവരും അല്ലെ. മറ്റു വിഷയങ്ങളിൽ നിന്നും നിരോധിച്ചുകൊണ്ട് ഭഗവാനിലേക്ക് അടുപ്പിക്കുന്ന ഒരു വിശേഷം. ഇല്ല, അക്രൂരന്റെ ഭക്തിയിലേക്ക് നമ്മളെ കടത്തിവിടുന്നു. അക്രൂരൻ ഗോകുലത്തിലേക്ക് പോകുന്ന ആ കംസന്റെ വാക്കുകളെ സ്വീകരിച്ചുകൊണ്ട് കംസൻ തന്റെ തന്നെ രഥത്തേലാണ് അക്രൂരനെ പറഞ്ഞുവിടാൻ തയ്യാറാകുന്നത്. അപ്പൊ അവിടെ ആ നമുക്ക് 36-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, എന്താണ്, കംസൻ അക്രൂരനോട് പറഞ്ഞു വേഗം തന്നെ പൊക്കോളൂ എന്ന് പറഞ്ഞു. അവിടെ പറയുന്നുണ്ട് തഥാക്രൂരസ്വമാലയം. ആദ്യം തന്നെ അക്രൂരൻ തന്റെ ആലയത്തിലേക്കാണ് ആദ്യം പോയത് എന്ന് പറയാം. നേരെ പിറ്റേ ദിവസം രാവിലെ അവിടെ അന്ന് ആ അക്രൂരനെ വിളിച്ചു വരുത്തിയതിനു ശേഷം ആ മധുരയിൽ അന്ന് തന്നെ അക്രൂരോപിഹതാം രാത്രി മധുഭുജ്യാം മഹാമതി ഉഷിത്വാരഥമാസ്ഥായ പ്രയോ നന്ദഗോകുലം. അപ്പം അന്ന് അവിടെ മധുരയില് കഴിച്ചുകൂട്ടി. അവിടെ അതിനുശേഷം പിറ്റേനാളെ രഥത്തിൽ കയറിക്കൊണ്ട് നന്ദഗോകുലത്തിലേക്ക് ഉള്ള യാത്ര. പോകുമ്പോ തന്നെ എന്തെന്നില്ലാത്ത ഒരു ആനന്ദം, സന്തോഷം അല്ലെ. ഇത്രയും കാലം കണ്ണനെ ഒന്ന് കാണാനോ കണ്ണനെ കുറിച്ചുള്ള കുത്തുവാക്കുകൾ അല്ലാതെ വേറൊന്നും ഈ ദുസ്സംഗത്തിൽ നിന്നും നമുക്കുണ്ടാകാറില്ല. അങ്ങനെയുള്ള ആ കംസൻ തന്നെ ആ കണ്ണന്റെ അടുത്തേക്ക് പറഞ്ഞു വിടണമെങ്കിൽ കംസൻ എന്തൊരു വലിയൊരു അല്ലെ അനുഗ്രഹമാണ് ചെയ്തത് ശരിക്കും. എന്തായാലും മഹാഭാഗ്യശാലിയായിട്ടുള്ള അക്രൂരൻ ആ താമരക്കണ്ണനായിട്ടുള്ള കണ്ണനോ എന്താണ് തന്നോട് ചേർത്ത് വെച്ചുകൊണ്ട് പരമഭക്തനായി തീർന്നുകൊണ്ട് പോകുന്ന സമയത്ത് ഓരോന്നും ചിന്തിച്ചു. കിമ്മയാചരിതം ഭദ്രം കിന്തം പരമം തപ കിം വാധാപ്യർഹതേ ദത്തം യദ്രക്ഷ്യാമ്യദ്യ കേശവം. എന്ത് സൽക്കർമ്മമാണ് ഞാൻ ചെയ്തത്. ആലോചിച്ചു നോക്കൂ. കണ്ണനെ ഒന്ന് കാണാൻ ഒരവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ ഇത്ര കണ്ട് ആ അക്രൂരന്റെ ഉള്ളിൽ ഉണ്ടാകുന്നതായിട്ടുള്ള ഭക്തി. അക്രൂരൻ എന്നും തന്റെ ഉള്ളിൽ ജീവബോധ സ്വരൂപമായിട്ട് വർത്തിക്കുന്നതായിട്ടുള്ള ആ കണ്ണന്റെ മൂർത്തിമ രൂപമാണ് കൃഷ്ണൻ എന്നുള്ള സത്യത്തെ എന്നും ഉറപ്പിച്ചുകൊണ്ടാണ് കിടന്നുറങ്ങുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോഴും അതെ, എന്റെ ഉള്ളിൽ ആ കണ്ണൻ ഉണ്ടെന്നുള്ള ഉറപ്പായിട്ട്. അങ്ങനെയുള്ള ആ കണ്ണനെ ഇനി നേരിട്ട് തനിക്ക് സ്ഥൂലമായിട്ട് കാണാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കിന്മയ ആചരിതം ഭദ്രം കിന്തത്വം പരമന്തവ. ഞാന് ഇന്ന് ആ അല്ലെ ഊറ്റത്തോടുകൂടി വന്നതായിട്ടുള്ള കേശിയെ നിഗ്രഹിച്ചതായിട്ടുള്ള കൃഷ്ണൻ
കാരണം അത് എന്താ അങ്ങനെ പറയാൻ കാരണം, അത്ര കുതിരശക്തിയോട് കൂടിയിട്ടുള്ള, എല്ലാവരെയും വിറപ്പിക്കുന്ന, ലോകം മുഴുവൻ വിറപ്പിക്കുന്നവനായിട്ടുള്ള ആ അസുരനെ നിഗ്രഹിച്ചതായിട്ടുള്ള ആ കണ്ണനെ, സാക്ഷാൽ ശ്രീകൃഷ്ണനെ നേരിൽ കാണാൻ പോവുകയാണ് ഞാൻ. ആ ഒരു ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തൊരു പുണ്യമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അത്രയ്ക്ക് ഏകാഗ്രമായിട്ടുള്ള ഒരു തപസ് ഞാൻ ചെയ്തിട്ടുണ്ടോ? കിം തപ്തം പരമം തപ. ഞാൻ എന്ത് തപസ്സാ ചെയ്തിട്ടുള്ള ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട്. ഇത്രയും ലൗകികമായിട്ട് ജീവിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിലെ ഈ ഒരു 3 ഗുണങ്ങളും, തമോ ഗുണവും രജോ ഗുണവും സത്വഗുണവും ഒക്കെ ഉണ്ടായിട്ടും എനിക്ക് എങ്ങനെ ഈ കണ്ണനെ കാണാൻ ഇത്രയും അങ്ങോട്ട് സാധിച്ചതെന്ന് അറിയില്ല. കിംവാധാപ്യ അരിഹതേദത്തം. അല്ലേ, എനിക്ക് ആ ഏകാഗ്രമായിട്ടുള്ള ഒരു തപസ് അനുഷ്ഠിക്കുകയോ അല്ലെങ്കിൽ പോരെങ്കിൽ ആ സൽപാത്രത്തിന് അത്യുത്തമമായിട്ടുള്ള ഒരു ദാനം എന്തെങ്കിലും ഞാൻ അർപ്പിച്ചിട്ടുണ്ടോ അറിയില്ല. ഞാൻ എന്തെങ്കിലും ആ കണ്ണന് വേണ്ടി എന്താ ദാനം? സൽക്കർമ്മമാകുന്ന ദാനങ്ങൾ ഞാൻ ആരെങ്കിലുമൊക്കെ എന്താണ് സ്നേഹിച്ചിട്ടുണ്ടോ? ആരോടെങ്കിലും കരുണ കാണിച്ചിട്ടുണ്ടോ? എവിടുന്നാണ് എനിക്ക് ഇങ്ങനെയുള്ള ഒരു ഭാഗ്യം എനിക്ക് സിദ്ധിച്ചിട്ടുള്ളത്? കിംവാധാപ്യരിഹതേ ദത്തം യദ്രക്ഷാമ്യജകേശവം. അപ്പം അങ്ങനെ ഒരു സൽപാത്രത്തില് എന്നെങ്കിലും ഞാൻ അത്യുത്തമമായിട്ടുള്ള ഒരു ദാനം ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതായിരിക്കാം എനിക്ക് കണ്ണനെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോ നോക്കിക്കഴിഞ്ഞാല് മമേത് ദുർലഭം മന്യ ഉത്തമ ശ്ലോകദർശനം വിഷയാത്മനോ യഥാ ബ്രഹ്മകീർത്തനം ശൂദ്രജന്മന ബ്രഹ്മകീർത്തനം. എങ്ങനെയാണോ ശൂദ്രന്മാർക്ക് വേദത്തെ അധ്യയനം ചെയ്യാൻ സാധിക്കാത്തതുപോലെ, അല്ലെങ്കിൽ പ്രാപ്യമല്ലാത്തതുപോലെ, മഹാസൽകീർത്തിമാനായിട്ടുള്ള ആ മഹാത്മാവിനെ കാണാൻ ഈ വിഷയാസക്തനോട് കൂടിയിട്ടുള്ള, അല്ലെങ്കിൽ വിഷയാസക്തയോടുകൂടി ജീവിക്കുന്ന ഈ അക്രൂരന് സാധിക്കുമോ? ഒരിക്കലും അത് സാധിക്കുകയില്ല. എന്തോ കണ്ണന്റെ കാരുണ്യം അല്ലാതെ, അല്ലെ, വിഷയാത്മനോ യഥാ ബ്രഹ്മകീർത്തനം ശുദ്ധജന്മന, അത് സമീത ദുർലഭം തന്നെ. അതൊരിക്കലും സാധ്യമല്ല, അത് ദുർലഭമാണത്. എന്നാൽ സാക്ഷാൽ അച്യുത ഭഗവാനെ ഇന്ന് നേരിൽ കാണാൻ നിശ്ചയമായിട്ടും സാധിക്കും. ആ കാലമാകുന്ന നദിയുടെ ഒഴുക്കിൽപ്പെട്ട്, അല്ലെ, നൈവം ക്രിയമാണ കാലനദ്യാ ക്വചിത്തരതി കശ്ചന. ആ നദിയുടെ, കാലമാകുന്ന നദിയുടെ ഒഴുക്കിൽപ്പെട്ട് നട്ടം തിരിയുന്നവർ പോലും ഒരിക്കൽ ഇതിന് ഒരറ്റം കാണും, കര കണ്ട് ആ കരയിലേക്ക് കയറാൻ സാധിക്കുമോടെ? അപ്പൊ തന്റെ ഓർമ്മയിലെ പൂർണ്ണ ബ്രഹ്മമായിട്ടുള്ള ആ ശ്രീകൃഷ്ണ പരമാത്മാവിനെ നേരിൽ കാണത്തക്ക ഒരു സുഹൃതമൊന്നും ഇന്നേ തീയതി വരെ ഞാൻ ചെയ്തിട്ടുമില്ല. അത് തന്നെയല്ല, ഇന്ന് പല വിധത്തിലുള്ള ലൗകികമായിട്ടുള്ള ജീവിതത്തിൽ ആസക്തിയോടുകൂടി ജീവിക്കുന്ന എനിക്ക് എങ്ങനെ കണ്ണന്റെ അടുത്തേക്ക് എത്താൻ സാധിക്കും? തപസ്സുണ്ടായിട്ടില്ല. ഞാൻ ഇതുവരെ ഒരു ദാനം പോലും ഞാൻ വേണ്ട പോലെ അറിഞ്ഞ് എങ്ങനെ ദാനം ചെയ്യാം. വെറുതെ കാശ് കൊടുത്തോണ്ടോ ദ്രവണം കൊടുത്തോണ്ടോ കാര്യമില്ല. മനസ്സറിഞ്ഞ് പൂർണ്ണമായിട്ട് സമർപ്പണ മനോഭാവത്തോടുകൂടി ഞാൻ ഇന്ന ചെയ്ത് വരെ ആർക്കും എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് എനിക്ക് കണ്ണനെ കാണാൻ സാധിക്കുക? ഒരുപക്ഷെ ഇനി പൂർവ്വജന്മങ്ങളിൽ എന്തെങ്കിലുമൊക്കെ എൻ്റെ, അല്ലെ, പിതൃക്കളായിട്ടുള്ളവരൊക്കെ പാരമ്പര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തതിൻ്റെ ഒരു സുഹൃതം അല്ലാതെ എനിക്ക് കണ്ണനെ കാണാൻ യാതൊരു രീതിയിലും, ഈ വിഷയാസക്തിയോടുകൂടി ജീവിക്കുന്ന ലൗകികനായിട്ടുള്ള എനിക്ക് ഒരിക്കലും കണ്ണനെ കാണാൻ സാധിക്കുന്നില്ല. അവിടെ ഒരുപക്ഷെ അത് പൂർവ്വജന്മങ്ങളിലുള്ള ഒരു സുഹൃതം എന്ന് മാത്രം ഞാൻ ധരിക്കുന്നു. എന്തായാലും അക്രൂരന്റെ ഈ ഒരു ചിന്താഗതി ആ നദിയുടെ പ്രവാഹത്തിൽ പെട്ടതായിട്ടുള്ള ചില ചെറിയ 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 വസ്തുക്കൾ എങ്ങനെയാണോ കരയ്ക്കടിയുന്നത്, കരയിലേക്ക് ചേർന്ന് രക്ഷപ്പെടുന്നത്, അതേപോലെ തനിക്കും ഈ സംസാരമാകുന്ന സാഗരത്തില് ഇങ്ങനെ കുത്തിമറിഞ്ഞ് ഒഴുകി വന്നപ്പോൾ എവിടെയോ ഒരറ്റം, ഒരു പുൽത്തുമ്പ് കിട്ടി നമ്മൾ അറിയാതെ കയറിയതായിരിക്കാം എന്ന് അവിടെ കരുതി. അവിടെ അങ്ങനെ മറുകരയാണെന്നും അങ്ങനെയാണ് ഈ ഭഗവത് ദർശനം സാധ്യമാകുന്നതും ഒക്കെ വിചാരിച്ചുകൊണ്ടുള്ള ആ ക്രൂരന്റെ യാത്ര അവിടെ. അപ്പൊ തനിക്ക് ആ ഭഗവത് ദർശനം അസാധ്യമാണെന്ന് ചിന്തിക്കുവാൻ കാരണം എന്താണ്? ശരിക്ക്
കാരണം വേറൊന്നുമല്ല, ഞാൻ ഇന്ന് വിഷയാസക്തിയോടുകൂടി ഗുണങ്ങളോടുകൂടി ജീവിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അത് സാധിക്കില്ല. എങ്ങനെയാണോ അല്ലെ വേദം ശൂദ്രന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ അല്ലെ? അതിൻ്റെതായിട്ടുള്ള പവിത്രതയും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിയും ഉണ്ടെങ്കിൽ മാത്രമേ വേദത്തെ വേണ്ട രീതിയിൽ അത് മനസ്സിലാക്കുവാനും അത് ചൊല്ലുവാനും സാധിക്കുകയുള്ളൂ. അപ്പം അത് മനസ്സിലാക്കാൻ സാധിക്കാത്തവരുടെ കയ്യിൽ കിട്ടുന്നത് പോലെയുള്ളൂ ഈ സത്യത്തില്. എന്തായാലും അവിടെ എൻ്റെ പാപങ്ങളെല്ലാം നാമാദ്യ അമംഗളം നഷ്ടം, അമംഗളങ്ങളെല്ലാം ഇന്ന് ഇല്ലാണ്ടായി കഴിഞ്ഞു, നശിച്ചു കഴിഞ്ഞു. കാരണം എന്താണ്? കണ്ണനെ കുറിച്ച് ഓർത്താൽ തന്നെ നമ്മളുടെ ഉള്ളിലുള്ള എല്ലാ ദുഃഖങ്ങളും മാറുന്നു. ഇപ്പൊ എന്തായി? ആ കണ്ണനെ, അപ്രാപ്യമായിട്ടുള്ള കണ്ണനെ ചെന്ന് കാണാൻ സാധിക്കുന്നു അല്ലെ? എനിക്ക് എന്റെ ജന്മ സാഫല്യം അത് തന്നെയാണ്. ഫലവാംശ്ചൈവമേ ഭവ എന്നമസ്യേ ഭഗവതോ യോഗിധ്യേയ അംഘ്രിപങ്കജം. കാരണം യോഗികൾക്ക് ധ്യാനിക്കാൻ മാത്രം സാധ്യമാകുന്നതായിട്ടുള്ള ഭഗവാന്റെ ആ ശ്രീപാദങ്ങള് അല്ലെ? സദാസമയവും പദഭജനം ശ്രേയ എന്ന് ഭക്തന്മാരും യോഗികളും ഒക്കെ സദാസമയവും ആ നമസ്കരിക്കുന്നതായുള്ള തൃപ്പാദങ്ങളെ ഒന്ന് കാണാൻ സാധിക്കണമെങ്കിൽ എന്തൊരു പുണ്യമാണത്. കംസോഗതാദ്യാകൃതേ മേത്യനുഗ്രഹം ദക്ഷ്യേഘ്രിപത്മം പ്രഹിതോ മുനാഹരേ കൃതാവതാരസ്യ ദുരത്യയം തമഃ പൂർവേതരഞ്ജന്നഖമണ്ഡലത്തുഷാ. ശരിക്കും പറഞ്ഞ കംസൻ എന്താ ചെയ്തത്? കംസന്റെ കാര്യം നടക്കാനാണെങ്കിൽ പോലും എന്തൊരു കാരുണ്യാണ് കംസനുണ്ടായത് എന്നോട്. ആ കണ്ണനെ കാണാൻ വേണ്ടിയിട്ട് എന്നെ പറഞ്ഞുവിടാൻ തോന്നിയില്ലേ കംസന്? അപ്പൊ ശരിക്കും കംസൻ വാസ്തവത്തിൽ എനിക്കൊരു അനുഗ്രഹമാണ് തന്നത്. അവിടെ യാതൊരു ഭഗവാന്റെ ആ അംഘ്രിപദ്മത്തിലെ കൊണ്ട് ഇന്ന് പ്രപഞ്ചം അല്ലെ, അംഘ്രിപദ്മം എന്ന് പറഞ്ഞാല് ഭഗവാന്റെ ആ നഖമണി ചന്ദ്രികകള് എത്ര കണ്ട് ഈ പ്രപഞ്ചത്തിലുള്ള അന്ധകാരങ്ങളെ ഒക്കെ ദൂരീകരിക്കുന്നുണ്ടോ, അങ്ങനെയുള്ള ആ മഹനീയമായിട്ടുള്ള ആ തൃപ്പാദങ്ങൾ ഒന്ന് കാണാൻ, ഒന്ന് തൊടാൻ, ഒന്ന് നമസ്കരിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് കംസന്റെ ഒരു അനുഗ്രഹമാണെന്ന് ഞാൻ വിചാരിക്കുന്നുള്ളൂ. അവിടെ ഈ മനുഷ്യാവതാരം സ്വീകരിച്ചതായിട്ടുള്ള ആ ശ്രീഹരിയുടെ പാദകമലത്തെ ദർശിക്കുവാനുള്ള ഒരു സന്ദർഭം ഒരുക്കി തന്നത് അത് കംസനായതുകൊണ്ട് കംസൻ അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. ഇത്രയൊക്കെ അടുത്ത് നമുക്ക് ഉണ്ടായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. യോഗികൾ യുഗങ്ങളോളം അവിടെ തപസ് ചെയ്യുന്നു ഇതിനു വേണ്ടിയിട്ട്, ആ തൃപ്പാദങ്ങളെ ആശ്രയിക്കുവാനുണ്ട്. യദർച്ചിതം ബ്രഹ്മഭവാദിഭിസ്സുരൈഃ ശ്രിയാച ദേവ്യാ മുനിഭിഃ സസാത്വതൈഃ ഗോചാരണായാനുചരൈശ്ചരദ്വനേ ഗോപികാനാം കുജകുങ്കുമങ്കിതം. എന്താ ശ്രീപാദപത്വത്തിന്റെ മഹത്വം നോക്കൂ. ബ്രഹ്മാദി ദേവന്മാരെല്ലാവരും സദാസമയവും ആശ്രയിക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ തൃപ്പാദങ്ങള് പോരാ, ഭക്ത സമൂഹത്തോടൊപ്പം ഋഷീശ്വരന്മാരെല്ലാവരും സദാസമയവും അർച്ചിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെ ശ്രീയാചദേവ്യ മുനിഭി സത്വതൈ. ആ ഭക്തന്മാരോടൊപ്പം ഋഷീശ്വരന്മാര് സദാസമയവും പദഭജനം ശ്രേയ. അതേപോലെ തന്നെയുള്ള ആ ശ്രീപാദങ്ങളെയാണ് ഗോചാരണായാനുചരീശ്വരദ്വനെ. അങ്ങനെയുള്ള ആ ശ്രീപാദങ്ങളാണ് ഇതാ ഗോക്കളെ മേച്ചുകൊണ്ട് ആ വനങ്ങളിലൂടെ കല്ലും മുള്ളും ചവിട്ടിക്കൊണ്ട് നടക്കുന്നതായിട്ടുള്ള ആ ശ്രീപാദങ്ങള്, ഗോക്കളെ മേച്ചുകൊണ്ട് നടക്കുന്ന ശ്രീപാദങ്ങൾ, അല്ലെങ്കിൽ ആ ഗോപന്മാരെ രസിപ്പിക്കുന്നതായിട്ടുള്ള ശ്രീപാദങ്ങൾ, വേണ്ട ഭക്തന്മാരെ എന്നും സമാധാനിപ്പിക്കുന്നതായിട്ടുള്ള ആ ശ്രീപാദങ്ങൾ, യോഗീശ്വരന്മാർക്ക് എന്നും നിത്യാനന്ദം നൽകുന്നതായിട്ടുള്ള ശ്രീപാദങ്ങൾ. പാദത്തിന്റെ മാഹാത്മ്യം എത്ര പറഞ്ഞാലും മതിയാകാത്ത ഒരു അവസ്ഥ. അവസാനം എന്താ പറഞ്ഞത്? യൽ ഗോപികാനാം കുജകുങ്കുമങ്കിതം. ആ ശ്രീപാദങ്ങളാണ് യഥാർത്ഥത്തിൽ ഗോപികളുടെ ആ സ്ഥലങ്ങളിലെ കുങ്കുമത്തെ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത് അല്ലെ? ആ ഗോപികമാര് തന്റെ പാദങ്ങളിൽ വന്നങ്ങ് വീഴുമ്പോൾ തന്റെ ആ മാലകളിൽ നിന്നും ഉതിർന്നു വീഴുന്നതായിട്ടുള്ള ആ കുങ്കുമപ്പൂ മുഴുവൻ ആ ഭഗവാന്റെ പാദങ്ങളെ നടക്കുന്നതോടെ ബ്രഹ്മാവിന്റെ കണ്ണീര് കൊണ്ട് കഴുകിയതായിട്ടുള്ള ആ തൃപ്പാദങ്ങള്, ആ തൃപ്പാദങ്ങളെയൊക്കെ എനിക്കിന്ന് കാണാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഇതിൽ പരം ഒരു പുണ്യം എനിക്കില്ല. ലക്ഷ്യാമി നൂനം സുഖപോലനാസ്തികം സ്മിതാവലോകാരുണകഞ്ചലോചനം
മുഖം മുകുന്ദസ്യ ഗുഢാലകാവൃതം പ്രദക്ഷിണം മേ പ്രചരന്തി വൈ മൃഗ. കവിൾത്തടങ്ങളോ തനുതനുത്തതായിട്ടുള്ള അല്ലെ മിനുമിനുത്തതായിട്ടുള്ള ഭഗവാന്റെ ശോഭനങ്ങളായിട്ടുള്ള കവിൾത്തടങ്ങള്, ഉയർന്ന തിരുനാസിക, അതോ ഈ നാസികയും ഈ കവിൾത്തടങ്ങളുടെ ഒക്കെ അല്ലെ അതിനോട് ചേർന്ന് വിടർന്ന് നിൽക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ ആ തൂമന്ദഹാസം, ആ തൂമന്ദഹാസത്തിന്റെ കൂടെ ചെന്താമരയ്ക്കൊത്തതായിട്ടുള്ള നേത്രങ്ങളോട് കൂടിയതായിട്ടുള്ള ആ ചുരുണ്ട മുടികളോട് കൂടി ചുറ്റപ്പെട്ടതായിട്ടുള്ള ആ ഭഗവാന്റെ ശ്രീമുഖം എനിക്ക് കാണാൻ സാധിക്കേ. എന്താ ഈ ഒരു ഭാഗ്യം, എനിക്ക് എവിടുന്ന ഈ ഒരു ഭാഗ്യം ഉണ്ടായത് ചിന്തിക്കുകയാണ്. ഇതെല്ലാം പോകുമ്പം കണ്ണനെ കുറിച്ചുള്ള ധ്യാനം മാത്രമേ ഉള്ളൂ അക്രൂരിന്. അക്രൂരൻ ദിവസവും കണ്ണനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷേ പോകുമ്പം ഓരോന്നിങ്ങനെ ചിന്തിക്കുന്നതോടെ, കാരണം മൃഗങ്ങള് ഇന്ന് അവിടെ പറയുന്നുണ്ട് ഒരു നല്ലൊരു ശകുനം അവിടെ ഉണ്ടായിട്ടുണ്ടല്ലോ, പ്രദക്ഷിണം മേ പ്രചരന്തി വൈ മൃഗ. മൃഗങ്ങള് ഒന്ന് വലം വെക്കുക, അതായത് മൃഗങ്ങൾ എന്ന് പറഞ്ഞാല് ഈ കീരി, മാൻ തുടങ്ങിയതായിട്ടുള്ള പക്ഷികള് അല്ലെ. പണ്ടൊക്കെ നമ്മൾ പറയാറുണ്ട് എണപ്പക്ഷികളെ കണ്ടു കഴിഞ്ഞാൽ ഇന്ന് പരീക്ഷ എളുപ്പമായിരിക്കും, ഞങ്ങളൊക്കെ പറയാറുണ്ട്. മൈനകളൊക്കെ രണ്ട് മൈനകളെ കണ്ടു കഴിഞ്ഞാൽ ഇന്നത്തെ കാര്യമൊക്കെ പരീക്ഷ സൂപ്പർ ആയിരിക്കും എന്ന് വിചാരിക്കാറുണ്ട്. ഒറ്റപ്പക്ഷി കണ്ട പേടിയാ, എന്താ ഇനി ചോദ്യം വരുന്നത് എന്ന് പറഞ്ഞ പോലെയാണ്. ഇത് നിമിത്തം കണ്ടു അക്രൂരൻ, ആ മൃഗങ്ങളൊക്കെ തന്നെ വലം വെച്ചിരിക്കുന്നു. അതൊരു ശുഭസൂചകമായിട്ടാണ് പറയുക അവിടെ. അപ്യദ്യ വിഷ്ണോർമനുജത്വമീയുഷോ ഭാരാവതാരായ ഭൂവോ നിജേച്ഛയാ ലാവണ്യധാമ്നോ ഭവിതോപലംബനം മഹ്യം നസ്യാൽ ഫലമഞ്ജസാദൃശ. അവിടെ ഭഗവാൻ യഥാർത്ഥത്തിൽ എന്താണ്, ഈ ഭൂഭാരത്തെ ശമിപ്പിക്കുവാൻ വേണ്ടിയിട്ട്, ഭൂമിയുടെ ഭാരം നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് സ്വേച്ഛയാ സ്വീകരിച്ചതായിട്ടുള്ള ഈ മനുഷ്യ ശരീരം, അതാണ് ശ്രീകൃഷ്ണൻ അല്ലേ. അവിടുന്ന് സ്വയമേ ഇവിടുന്ന് എല്ലാ ഗുണങ്ങളോടും കൂടി ഇറങ്ങി വന്നതായിട്ടുള്ള ഭഗവാൻ ആ കൃഷ്ണൻ ആരാണ്? ലാവണ്യധാമ്നോ ഭവിതോപലംബനം. സൗന്ദര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് ഭഗവാനിൽ നിന്ന് പോയതേ ഉള്ളൂ. അവിടെ സൗന്ദര്യോത്തരതോപ്പി സുന്ദരതരം. ലാവണ്യധാമ്നോ എന്ന് പറഞ്ഞാല് നമുക്കൊരിക്കലും ലോകത്തിലെ സൗന്ദര്യം എന്നൊരു സങ്കല്പം ഉണ്ടെങ്കിൽ അതിന്റെ ആസ്ഥാന കേന്ദ്രമാണ് ആ കൃഷ്ണൻ എന്ന് പറയേണ്ടി വരും. അതാണ് ലാവണ്യധാമ്നോ. അങ്ങനെയുള്ള ആ കൃഷ്ണന്റെ കൃഷ്ണൻ എന്നുള്ളത് സൗന്ദര്യത്തിന്റെ വിളനിലമാണ് എന്ന് പറയാണ്. ആ ഭഗവാനെ ദർശിക്കാൻ കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഈ കണ്ണുകൾക്ക് എന്തെന്നില്ലാത്ത അല്ലെ ഒരു ജന്മസാഫല്യം തന്നെയാണ് അവിടെ. അങ്ങനെയുള്ള ആ ഭഗവാനില് ഒരു രീതിയിലുള്ള കർത്തൃത്വമോ ഭോക്തൃത്വമോ ഒന്നും പ്രകടമായിട്ട് കാണുന്നുണ്ട് എങ്കിൽ അത് ഒരിക്കലും ഈ ഈശ്വരത്വത്തിന് ചേർന്നതാണോ എന്നുള്ള ശങ്കയാണ് എങ്കിൽ അതും ദൂരീകരിച്ച് ഇനി ആ അക്രൂരന്റെ മനോരഥങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇദ്ദേഹം കേവലം ഒരു സാക്ഷിത്വം മാത്രമുള്ളയാളാണ് ഈ കണ്ണൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോ കാണും കൃഷ്ണനായിട്ട് നന്ദഗോപന്റെ ഗൃഹത്തിലും ഗോകുലത്തിലും അമ്പാടിയിലും വൃന്ദാവനത്തിലും അല്ലെ ദ്വാരകയിലും ഒക്കെ കൃഷ്ണൻ ഇങ്ങനെ മൂർത്തിമത് ഭാവത്തോടുകൂടി നടക്കുന്നുണ്ടെങ്കിൽ ആ കൃഷ്ണനിൽ ഉള്ള അല്ലെങ്കിൽ ആ കൃഷ്ണൻ തന്നെയാണ് തന്റെ ഉള്ളിലും എന്നുള്ളൊരു സത്യം കേവലം സാക്ഷിത്വമായിക്കൊണ്ട് തന്നെ, അഹംഭാവമൊന്നും ഇല്ല എന്ന് മാത്രമല്ല സ്വസ്വരൂപ സാക്ഷാത്കാരത്താൽ അജ്ഞാനത്തെയും അതുപോലെ തജ്ജന്യമായിട്ടുള്ള ഭേദബുദ്ധിയെയും ഒക്കെ അതിൽ നിന്ന് ഉടലെടുക്കുന്നതായിട്ടുള്ള ഭ്രാന്തിനെയും ദൂരീകരിച്ചവൻ ആയിട്ടുള്ള തന്റെ മായാവൈഭവത്തോടുകൂടി ആ മനുഷ്യരൂപത്തെ സ്വീകരിച്ചുകൊണ്ട് ഭൂമിയുടെ ഭാരം തീർക്കുവാൻ വേണ്ടിയിട്ട് അല്ലെ ആ മായാവൈഭവത്തിൽ മാത്രം തന്നിൽ വെച്ച് നിന്നുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതായിട്ടുള്ള ഈ ജീവരാശികളിലും വൃന്ദാവനത്തിലും ഗോപീഗ്രഹങ്ങളിലും ഒക്കെ ലീലാവിനോദം എന്നുള്ള രീതിയിൽ ഒരു കൂട്ടുകളിക്കാരനായിക്കൊണ്ട് ഭഗവാൻ ഇവിടെ തന്റെ ലീലകൾ ആടുന്നു. സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളൊക്കെ സ്വമായയാത്മൻ രചിതൈസ്തദീക്ഷയാ പ്രാണാക്ഷഭീതി സദനേഷ്വഭീയതേ. അപ്പൊ പ്രാണേന്ദ്രിയ പ്രജ്ഞയോട് കൂടിക്കൊണ്ട് ആ ജീവാത്മാക്കളുടെ ഉള്ളില് അന്തര്യാമി ആയിക്കൊണ്ട് എല്ലായിടത്തും
അഭിജ്ഞനായിട്ടുണ്ട് നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ആ കണ്ണൻ. അങ്ങനെ ആ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഒരു കർത്തൃത്വമോ ഒരു ഭോക്തൃത്വമോ ഒന്നുമില്ല അവിടെ, അല്ലെ? വൃന്ദാവന ലീലകളിലും അതുപോലെ ഗോകുലത്തിലെ ഗോപീഗ്രഹങ്ങളിലെ ഓരോ ആ കളികളിലും ഒക്കെ ഈ കണ്ണൻ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നതോടെ അങ്ങനെ നമുക്ക് തോന്നുന്നതാണ്. നമുക്കവിടെ യശോദയോടൊരു പ്രത്യേക ഇഷ്ടം, രോഹിണിയോടൊരു ഇഷ്ടക്കുറവ്, ഗോപന്മാരിലെ സുധാമാവിനോടൊരു പ്രത്യേക ഇഷ്ടം, ഇതൊക്കെ നമ്മുടെ ഉള്ളിലെ പല തോന്നലുകളും മാത്രമാണ്. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഭോക്തൃത്വമോ അല്ലെങ്കിൽ കർത്തൃത്വമോ ഒന്നും തന്നെ അവിടെ ഇല്ല. ഈ ഒരു തോന്നല് എന്താണ് ശരിക്കും? അത് ഭഗവാൻ തന്നെ നിശ്ചയിച്ചതായിട്ടുള്ള മായയാണ്. ആ മായ കൊണ്ട് നമുക്കങ്ങനെ പലതും ആ ഭഗവാനിൽ നിന്ന് നമുക്ക് തോന്നുകയാണ്. അതൊരിക്കലും നമുക്കത് വേണ്ട പോലെ മാറണമെങ്കിൽ, ബോധ്യം വരണമെങ്കിൽ അതുപോലെ ഭഗവാന്റെ അനുഗ്രഹം. അങ്ങനെയുള്ള സത്യത്തിൽ ഈ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ആ സാക്ഷിത്വം മാത്രം വഹിക്കുന്നതോടെ, ഈ പ്രപഞ്ചത്തിന്റെ സാക്ഷിയായിട്ട് നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ അവിടെ. അതിനെ ഭഗവാന്റെ ലീലകളെ ലീലകളാക്കി എടുക്കുന്നവരാണ് നമ്മളാണ് ലീലകളാക്കുന്നത്, അല്ലെ? ബാലലീലകൾ ഇന്ന് എത്ര ആചാര്യന്മാർ ബാലലീലകൾ പറയുമ്പോഴും എന്താണ്? അവരുടെ ആശയങ്ങളാണ് അവിടെ വരുന്നത്. അതൊക്കെ കണ്ണനെ സംബന്ധിച്ചിടത്തോളം കണ്ണൻ വെറുതെ നിൽക്കുന്നേ ഉള്ളൂ, അല്ലേ? കണ്ണൻ വെറുതെ നിൽക്കുമ്പം കണ്ണനിൽ നിന്നും പലതും മെനഞ്ഞെടുക്കുന്നു. നമ്മളുടെ മനസ്സിന്റെ ആനന്ദം കൊണ്ട്, സന്തോഷം കൊണ്ട് ഉരുത്തിരിഞ്ഞു വരുന്നതായിട്ടുള്ള കളികളൊക്കെ നമ്മളുടെ ഉള്ളിലെ ഭാവനകളായിട്ട് നമ്മൾ സ്വീകരിക്കുന്നു, അല്ലേ? വേദവ്യാസ മഹർഷി അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. നമ്മുടെ നിലാവുള്ള സന്ധ്യ സമയത്ത് നമ്മൾ മുകളിലേക്ക് ചന്ദ്രനെ നോക്കുമ്പം ആ ചന്ദ്രന്റെ ഉള്ളില് പല വിധത്തിലുള്ള കഥകൾ നമുക്ക് കാണാൻ സാധിക്കും. പലർക്കും അതെല്ലാവർക്കും ചിലപ്പോൾ ഒരുപോലെ ആയിക്കണമെന്ന് നിർബന്ധമില്ല. മേഘങ്ങളുടെ കിടപ്പ് കാണുമ്പോൾ കാണാൻ നമുക്ക് പലതും നമുക്ക് അതിലൂടെ വായിച്ചറിയാൻ കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണമെന്നില്ല എന്ന് പറഞ്ഞവരെയാണ് ഭഗവാന്റെ ലീലകൾ മുഴുവൻ ഓരോരുത്തരെയും ആനന്ദിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് അവരവരുടെ ആ ശുദ്ധ മനസ്സിനനുസരിച്ച് അതിനെയൊക്കെ പലതരത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്നവര്, അല്ലേ? അപ്പം സത്യത്തിൽ ഭഗവാൻ എന്താണ്? ഭഗവാൻ ഒരു സാക്ഷിയായിക്കൊണ്ട് നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. അവിടെ കർത്തൃത്വവും അല്ലെങ്കിൽ ഭോക്തൃത്വവും ഒന്നും തന്നെ ഇല്ല. അതൊക്കെ എന്താണ്? അതൊക്കെ നമ്മുടെ മായികമായിട്ട് നമ്മൾ അതിനെ കാണുന്നത് കൊണ്ടാണ് എന്ന് പറയുകയാണ്. എന്തായാലും ആ ഭഗവാന്റെ ഗുണങ്ങള്, അതുപോലെ ആ ഗോവർദ്ധനോദ്ധാരണം, അതുപോലെ ഭക്തന്മാർക്ക് കൊടുക്കുന്നതായിട്ടുള്ള ഭക്ത വാത്സല്യമായിട്ടുള്ള കഥകള്, ഇങ്ങനെയുള്ള ഭഗവാന്റെ ഓരോ കർമ്മങ്ങളും, രാമനും കൃഷ്ണനുമായിട്ടുള്ള ഈ ഭഗവാൻ ഇവിടെ അവതാരങ്ങള് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരോട് ബന്ധപ്പെട്ടതായിട്ടുള്ള സംസാരം ഒക്കെ നമ്മളിൽ നിന്നുള്ള എല്ലാ സംസാര ദുഃഖങ്ങളും ഇല്ലാണ്ടാവുന്നു ഭഗവാന്റെ കഥകളോട് ചേർന്നിരിക്കുമ്പോൾ, അല്ലേ? ആ സംസാരവും അതുപോലെ ദുരിതക്ഷയത്തിനും ഒക്കെ പുണ്യം വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപകരിക്കും. കണ്ണന്റെ കഥകൾ കേൾക്കുമ്പം, കണ്ണന്റെ കഥകൾ കാണുമ്പോൾ നമുക്കതെല്ലാം നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നു. അതിൽ ലോകത്തിന് എന്താണ്? നവങ്ങളായിക്കൊണ്ട് ഉണർവ് നൽകുന്നത്, അല്ലേ? ഓരോ ദിവസം പറഞ്ഞ് നമുക്ക് പുതിയ 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 അനുഭവങ്ങൾ നമുക്ക് ഓരോരോ സപ്താഹങ്ങളിൽ കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്, അല്ലേ? സ്വാദു പതേ പതേ നവം എന്ന് പറയും. അപ്പം ആ ഒരു ഉണർവ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ലോകത്തിന് ശോഭയും പരിശുദ്ധിയും ഒക്കെ നൽകാൻ ആ കണ്ണന് സാധിക്കുന്നു. എന്നാൽ ആ ഭഗവാന്റെ ചരിത്രങ്ങളുമായിട്ട് തീരെ ബന്ധമില്ലാത്തതായിട്ടുള്ള വാക്കുകൾ, അതാണ് പ്രാണന്തി ശുംഭന്തി പുനന്തി വൈ ജഗദ്വാസ്തദ്വിരക്ത ശവശോഭനാമതാഹ. എന്താണ്? വിരക്താഹ ശവശോഭനാമതാഹ. അവയോടെ യാതൊരുവിധ രീതിയിലും, അതായത് വിരക്തിയോട് കൂടിയിട്ടാണെങ്കിൽ, ഏത് ഭഗവാന്റെ കഥകളിൽ നിന്നും അന്യമായിട്ടുള്ള എന്ത് കഥകളും, കുൽസിതമായിട്ടുള്ള കഥകള് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ എന്താണ്? അതൊന്നും ഒരിക്കലും, അതെങ്ങനെയാണ്? അത് ശവശോഭന, അതായത് ഈ ജഡമായിട്ടുള്ള ശവത്തിന് മൂടുന്ന വസ്ത്രഭൂഷണാദികൾക്ക് തുല്യമേ ആകുന്നുള്ളൂ എന്ന് പറയുക മറ്റ് കഥകൾ നമ്മൾ കേട്ടു കഴിഞ്ഞാൽ. അപ്പം നാം ഉച്ചരിക്കുന്നതെല്ലാം, നാം പറയുന്നതെല്ലാം എന്തായിരിക്കണം? ഭഗവാനെ കുറിച്ചായിരിക്കണം. ഭഗവാനെ കുറിച്ചായിരിക്കണം എന്ന് പറയുമ്പോൾ എന്താണ് അത്? ഭഗവാൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ എങ്ങനെയാണ്? കണ്ണൻ, കൃഷ്ണൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത ഒരു ആനന്ദം ഉണ്ടാകുന്നു, അല്ലെ? ഒരു സന്തോഷം ഉണ്ടാകുന്നു. അതുതന്നെയാണ് നമ്മളുടെ ഉച്ചരിക്കുന്നതായിട്ടുള്ള വാക്കുകൾ നമ്മളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന വാക്കുകളായിരിക്കണം.
അവിടെയാണ് യഥാർത്ഥത്തില് നമ്മൾ വിചാരിക്കും നാമം ഉച്ചരിക്കണം എന്ന് പറയുമ്പം നമ്മളൊക്കെ ധരിക്കുന്നത് എന്താണ്? സദാസമയം നാരായണ ജപിക്കണം എന്നാണ് അവിടെ. അല്ല, നമ്മളുടെ വാക്കുകളൊക്കെ നാമങ്ങളായിട്ട് മാറണം. എങ്ങനെ നാമങ്ങളായിട്ട് മാറേണ്ടത്? നമ്മളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതിന് നമ്മൾ പറയാവൂ, നമ്മളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതിന് നമ്മൾ ചിന്തിക്കാവൂ, നമ്മളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന പ്രവൃത്തികളെ നമ്മൾ ചെയ്യാവുള്ളൂ. എന്നിട്ട് അല്ലാതെ വരുമ്പോ എന്തായി? അല്ലാതെ വരുമ്പോഴത്തേക്ക് അത് ദുഃഖമായിട്ട് മാറുകയാണ്. ആ ദുഃഖത്തിന് നമ്മളാണ് അതിന് കാരണമായിട്ട് വരുന്നത്. അപ്പം ഭഗവത് സ്പർശമില്ലാത്ത വാക്കുകൾക്ക് അത് ഒരിക്കലും എന്താണ്, അതിനൊരു അലങ്കാരമല്ല എന്ന് പറയാണ്. അത് പുറമേക്ക് നല്ലതാക്ക് തോന്നുമെങ്കിലും, നല്ലതാണെന്നൊക്കെ തോന്നുമെങ്കിലും അന്തര്യാമിയില് അന്തരംഗത്തിൽ മുഴുവൻ അത് ദൂഷ്യമായിട്ടുള്ള രീതിയിലേക്കാണ് മാറിപ്പോരുന്നത്. അപ്പം അതാണ് അവിടെ പറയുന്നത്. ഈ ശവം സംസ്കരിക്കുന്നതിന് മുമ്പ് അവിടെ സ്നാനം ചെയ്ത് വസ്ത്രഭൂഷണാദികളൊക്കെ അവിടെ അലങ്കരിക്കും അല്ലെ? അത് എന്തെങ്കിലും പ്രയോജനമുള്ള സംഗതിയാണ്, കത്തിച്ച് കളയാനുള്ള സാധനമാണ്. അത്രയുള്ളൂ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പം അത് കാണുന്നതൊക്കെ ശോഭനമാണ്. പക്ഷെ ആർക്കെങ്കിലും അതിനോടൊരു ഇത് തോന്നാറുണ്ടോ? നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ, നല്ല ഭംഗിയായിട്ട് സാരിയൊക്കെ ഉടുപ്പിച്ച് കിടത്തിയിട്ടുണ്ട് എന്നാർക്കെങ്കിലും അതിനോടൊരു ജീവൻ ഉള്ളതായിട്ട് തോന്നുന്നത് ഇല്ല. അപ്പൊ അതുപോലെയാണ് നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവർത്തികളും ഒക്കെ അന്യമാണ് എങ്കിൽ, എവിടെയും അന്യമാകുക എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ചേർന്നല്ല എങ്കിൽ എന്ന് പറഞ്ഞാലോ നമ്മുടെ മനസ്സിനെ ദുഃഖിപ്പിക്കുന്നതായിട്ടുള്ള ചിന്തകളാണ് നമുക്ക് വരുന്നതെങ്കിൽ, ഇതൊക്കെ നമുക്ക് സ്ഥിരമായിട്ടുണ്ടാകുന്നത്. അക്രൂരന്റെ ഭക്തി എന്ന് പറയുന്നത് അത്ര കണ്ണിങ് ആണ്. ഇതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കി തരികയാണ് അവിടെ. നമ്മൾ പറയുന്ന വാക്കുകളായിക്കോട്ടെ, നമ്മളുടെ കർമ്മങ്ങളായിക്കോട്ടെ, അതൊന്നും ഒരിക്കലും നമ്മളെ വേദനിപ്പിക്കുന്നതാവരുത് ഒരിക്കലും. അപ്പൊ ചോദിക്കും, ഇത് തിരുമേനിക്ക് എങ്ങനെ പറയാം? തിരുമേനിക്ക് പറയാം. ഭക്തന്മാരങ്ങനെയാണേ. ഭക്തന്മാർ അവരവരുടെ മനസ്സിനെയും അവരവരുടെ ബുദ്ധിയെയും അവരവരുടെ ചിന്തയെയും കർമ്മങ്ങളെയും എന്തുകൊണ്ട് മനസ്സിനെ സന്തോഷിപ്പിക്കുന്നു? അത് നമ്മൾ തന്നെ കാരണം. നമ്മളുടെ ദുഃഖത്തിന് കാരണം നമ്മളാണ്, യാതൊരു സംശയമില്ല. ഇവിടെയും അത് തന്നെയാണ് അക്രൂരൻ നമുക്ക് കാണിച്ചു തരുന്നത് അവിടെ. അപ്പം അവിടെ പറയുന്നു, എന്നിട്ട് സചാവതീർണക്കില സാത്വതന്വയേ സ്വസേതുപാലാമരവര്യ ശർമ്മകൾ യശോവിതന്വൻവജാസ്ത ഈശ്വരോ ഗായന്തി ദേവ യഥാശേഷമംഗളം. ആ യാദവ വംശത്തിൽ അവതരിച്ചതായിട്ടുള്ള ഭഗവാനെ താൻ തന്നെ വിധിച്ചതായിട്ടുള്ള ആ ധർമ്മത്തിന്റെ അതിർവരമ്പുകളെ സംരക്ഷിക്കുന്നതായിട്ടുള്ള ആ യാദവ ശ്രേഷ്ഠന്മാർക്ക് അങ്ങ് വേണ്ട രീതിയിൽ ആ സുഖത്തെ പ്രദാനം ചെയ്യുന്നതോടെ അവിടുത്തെ ആ ദിവ്യ ലീലകളെ കൊണ്ട് സ്വന്തം യശസ്സിനേത അവിടുന്ന് പ്രചരിപ്പിക്കുന്നു. അങ്ങനെ ആ ഗോകുല വാസത്തിന് ഇടയ്ക്ക് ഈ ലോകം മുഴുവൻ പരമമംഗളത്തെ ഇന്ന് പ്രദാനം ചെയ്യുന്നതായുള്ള കർമ്മങ്ങളെ കൊണ്ടൊക്കെ അങ്ങ് പലതരത്തിലുള്ള സൽകീർത്തിയും ഇന്ന് ദേവന്മാർക്ക് പോലും അവര് പോലും ഭഗവാന്റെ ആ സൽകീർത്തിയെ മനസ്സിലാക്കിക്കൊണ്ട് പാടി പുഷ്പവൃഷ്ടി അല്ലെങ്കിൽ പാടി പുകഴ്ത്തുന്നതോടെ. അപ്പം ഈ വിഭു അല്ലെങ്കിൽ സർവേശ്വരൻ എന്നുള്ള ഒരു പേരില് നോക്കിക്കഴിഞ്ഞാല് അതിനെപ്പറ്റി അന്വേഷിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു കർത്തൃത്വമോ ഒരു ഭോക്തൃത്വമോ ഒന്നുമില്ല. എല്ലാവരുടെയും ഉള്ളില് സാക്ഷിയായിട്ട് ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഈ സർവേശ്വരത്വം എന്നുള്ളതിന്റെ വാക്കിന്റെ അർത്ഥം തന്നെ. ഭഗവാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. അതുകൊണ്ടാണ് നമുക്ക് എല്ലാം അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ നമുക്ക് തയ്യാറാവേണ്ടത് എന്ന് പറയുന്നത്. അതുകൊണ്ട് മറ്റെല്ലാം മായികമാണ് എന്ന് മനസ്സിലാക്കുക. അവതാര പുരുഷൻ എന്നുള്ള നിലയ്ക്ക് ആ ധർമ്മ സംരക്ഷണം രണ്ടായാലും അവിടെ ഈശ്വരഭാവത്തിന് ഒരു രീതിയിലുള്ള മാറ്റവും അവിടെ ഉണ്ടാകുന്നില്ല. തം ത്വദ്യനൂനം മഹതാം ഗതിം ഗുരും ത്രൈലോക്യകാന്തം ദൃശിമൻ മഹോത്സവം രൂപം ദധാനം ശ്രിയീപ്സിതാസ്പദം ദൃക്ഷേമാസന്നുഷസസ്സു ദർശനാഹ. ഇവിടെ പറയുന്ന ഉഷസസ്സു ദർശനാഹ, ത്രൈലോക്യ സുന്ദരനായിട്ടുള്ള ആ സുന്ദരനും അതുപോലെ കണ്ണുള്ളവർക്ക് അല്ലെ, അവിടെ പറയുന്നില്ലേ, ഗോപികമാര് പറയുന്നില്ലേ, അക്ഷണ്വതാംബരമിതം. കണ്ണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കണ്ണനെ കണ്ടില്ലെങ്കിൽ പിന്നെ എന്ത് കണ്ണാണത്? അത് കണ്ണാണോ എന്നാ ചോദിക്കുന്നത്. ഈ കണ്ണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഈ ഒരു രൂപത്തെ നമ്മൾ ബിംബങ്ങളിലൂടെയെങ്കിലും വേണ്ട നമ്മളുടെ മനസ്സിനെ ഒന്ന് വിചാരിച്ചുകൊണ്ട് കാണാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ അല്ലെ, ആ നേത്രോത്സവ പ്രീതി ഉളവാക്കുന്നതായിട്ടുള്ള ആ മഹാലക്ഷ്മിയുടെ ഇഷ്ടാനുസാരേണയുള്ള രൂപം സ്വീകരിച്ചതായുള്ള കൃഷ്ണന്റെ രൂപത്തെ കാണാൻ സാധിക്കുക എന്ന് പറയുന്നത് കണ്ണിന്റെ
കണ്ണുണ്ടെങ്കിൽ ആ കണ്ണുകൊണ്ട് അത് കണ്ടിരിക്കണം. ഇത് തന്നെയാണ് ഇവിടെ ആ ത്രൈലോക്യകാന്തം ദൃശ്യമൻ മഹോത്സവം. ആ കണ്ണിന് ഉത്സവമാണ് ഭഗവാന്റെ ആ സൗന്ദര്യ രൂപം എന്ന് പറയുന്നത്. രൂപം ദധാനം ശ്രിയ ഈപ്സിതാസ്പദം ദക്ഷിയമാസൻ ഉഷസസ്തുദർശനാഹ. അങ്ങനെ ആ മഹാന്മാർക്ക് ശരണ്യനായവനും അതുപോലെ ലോകഗുരുവുമായിട്ടുള്ള ആ ശ്രീകൃഷ്ണ പരമാത്മാവിനെ ഞാൻ തീർച്ചയായിട്ടും ഇന്ന് കാണാൻ കാണും എന്നവിടെ പറയാണ്. ശരിക്കും അക്രൂരൻ പ്രഭാതത്തിലാണ് വൃന്ദാവനത്തിലേക്ക് പുറപ്പെടുന്നത് എന്നുള്ളതെല്ലാം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് ഉഷസസ് സുദർശന അല്ലെ? അപ്പം നല്ല ശകുനങ്ങളോടുകൂടി തന്നെ ആ ഭഗവാനെ കാണുവാൻ വേണ്ടിയിട്ട് കാണുന്നത് ഈ കണ്ണിന്റെ ഒരു ഉത്സവം തന്നെയാണ് എന്ന് അവിടെ പറയാണ്. അഥാവരൂഢ സപദീശയോരഥാൽ പ്രധാന പുംസോശ്ചരണം സ്വലബ്ധയേ ധിയാധൃതം യോഗിഭിരപ്യഹം ധ്രുവം നമസ്യ ആഭ്യാം സഖീൻവനൗകസ. ഇന്നത്തെ ഈ ഒരു പ്രഭാത വേളകൾ എന്തെല്ലാം ശുഭമായിട്ടുള്ള നിമിത്തങ്ങളൊക്കെ കാണിച്ചു തന്നോ, പകരുന്നതായിട്ടുള്ള ആ ശകുനങ്ങളോട് കൂടിയതായിരുന്നോ. ആ ഭഗവാനെ ദർശിച്ച ഉടൻ തന്നെ ആ രഥത്തിൽ നിന്നിതാ ചാടിയിറങ്ങും. എന്നിട്ടോ ഓടി ചെന്ന് ആ പുരുഷോത്തമനായിട്ടുള്ള ആ ശ്രീകൃഷ്ണന്റെയും ആ ബലരാമന്റെയും ആ തൃക്കാലുകളൊക്കെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കും. ഇതൊക്കെ അക്രൂരന്റെ ആ മനോരാധികമാണ് അവിടെ പോകുമ്പോൾ ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. ധിയാധൃതം യോഗിഭിരപ്യഹം ധ്രുവം നമസ്യ ആഭ്യാം സഖീം വനൗകസ. അങ്ങനെ ആ തൃക്കാലുകൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ ശ്രീപാദങ്ങള് യോഗികൾ തങ്ങളുടെ ആ സ്വരൂപ ലബ്ധിക്കായിക്കൊണ്ട് എത്ര കണ്ട് ധ്യാനിച്ചിട്ടുണ്ടോ, എത്ര 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 ആ ശുദ്ധഭാവങ്ങൾ വന്ന് അടിഞ്ഞുകൂടിയതായിട്ടുള്ള ആ പവിത്രമായിട്ടുള്ള തൃപ്പാദങ്ങളെ എൻ്റെ മാറത്തോട് ചേർത്ത് ഞാൻ ആലിംഗനം ചെയ്യും. ഞാൻ അവിടെ അങ്ങനെ ധ്യാനിച്ച് തൃപ്തിപ്പെടുന്നതായിട്ടുള്ള ആ തൃപ്പാദങ്ങള് രാമകൃഷ്ണന്മാരെ മാത്രമല്ല, പിന്നെന്താണ് അവിടെ തൻ്റെ കൂടെ സഹവാസത്തോടു കൂടി വരുന്ന വനത്തിലേക്ക് വരുന്നതായിട്ടുള്ള ഗോപന്മാര്, അവർക്കൊക്കെ ഭാഗ്യം സിദ്ധിച്ചതായിട്ടുള്ള പരമഭാഗവതന്മാരായിട്ടുള്ള ആ വൃന്ദാവനവാസികളായിട്ടുള്ള അവരുടെ ഉത്തമ സുഹൃത്തുക്കളെയും ഒക്കെ എന്താ ആ പാദങ്ങളിൽ വീണ് നമസ്കരിക്കും. ഭഗവാന്റെ ആ പാദമൂലത്തിൽ ഞാൻ നമസ്കരിച്ചാൽ ഉടനെ ആ മുന്തിരിവടി ഭഗവാൻ എന്റെ ശിരസില് ആ തൻ്റെ രണ്ട് കരങ്ങളെ കൊണ്ടും ആ അനുഗ്രഹാമൃത് ഊറി വരുന്നതായിട്ടുള്ള കരകമലം വെച്ച് അനുഗ്രഹിക്കും എന്നെ. കാലമാകുന്ന പെരുമ്പാമ്പിന്റെ പിടിയിൽപ്പെട്ട് വലിച്ചിഴക്കപ്പെടുന്നവരിൽ ഭഗവാനെ ആശ്രയിച്ചവർക്ക് ഒരു ആശ്രയസ്ഥാനം ആ ഭഗവാന്റെ തൃക്കരങ്ങളാണ് എന്ന് പറയാണ്. ആ തൃക്കരങ്ങളല്ലാതെ വേറെ ഒന്നും തന്നെ ഇല്ല. എന്തായാലും ആ പ്രഭാതത്തിൽ തന്നെ വൃന്ദാവനത്തിലേക്ക് പുറപ്പെട്ടതായിട്ടുള്ള ആ അക്രൂരന് നല്ല ശകുനങ്ങൾ കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. അതായത് വെളുത്ത പുഷ്പം, പൂർണ്ണകുംഭം, മാംസം, ഇതൊക്കെ ശകുനങ്ങൾ, നല്ല ശകുനങ്ങൾ പെട്ടതെന്ന് പറയുകയാണ് അവിടെ. അപ്പൊ അതൊക്കെ കാണാൻ സാധിക്കുകയും അതിലൂടെ ആ കണ്ണന്റെ ഇന്ന് താൻ പോകുന്നതായുള്ള ദൗത്യം നടന്നിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ, കംസൻ എന്താണ് പറഞ്ഞിട്ടിരിക്കുന്നത്? കംസൻ പറഞ്ഞിട്ടിരിക്കുന്നത് രാമകൃഷ്ണന്മാരെ കൊല്ലാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുവരേണ്ട ഈ ഒരു ചിന്ത പോലും ഇല്ല അവിടെ അക്രൂരന്. അവിടെ കംസനെ പോലും നമസ്കരിച്ചിട്ട് വന്ന പോലെയാണ് ഇപ്പൊ. കാരണം എന്താണ്? ആ കണ്ണന്റെ തൃപ്പാദങ്ങൾ കാണാൻ ഒരു ഭാഗ്യം ഒന്നും അവിടെ. ഇതാണ് ഭക്തന്മാരുടെ ഏറ്റവും വലിയ മഹത്വം. അതാണ് അവർക്ക് എപ്പോഴും നല്ലതേ ചിന്തിക്കാൻ സാധിക്കുള്ളൂ. കുറെ നാളുകളായിട്ട് ഈ ഉഷസ്സുകള് നല്ല ശകുനങ്ങളോട് കൂടിയതായിട്ടുള്ളതാണോ എന്ന് ചോദിച്ചാൽ അല്ലാതെ പറയേണ്ടി വരും. അപ്പൊ ഇവിടെ ഇന്ന് ഇങ്ങനെയുള്ള നല്ല നിമിത്തങ്ങൾ കണ്ടതോടുകൂടി കണ്ണനെ കാണാൻ സാധിക്കും. കണ്ണന്റെ തൃപ്പാദങ്ങൾ എനിക്ക് എന്താണ് ആലിംഗനം ചെയ്യാൻ സാധിക്കും. പോരാ, ആ കണ്ണന്റെ കൂടെ വസിക്കുന്നതായിട്ടുള്ള ഗോപന്മാരെയും സകലരെയും എനിക്ക് നമസ്കരിക്കാൻ സാധിക്കും എന്നുള്ള ആ മനോരാധത്തിലൂടെയുള്ള യാത്ര. ഇത്തരം ഭാഗങ്ങൾ, ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് നാളെ അനുസ്മരിക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.